ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ഫ്ലാഷ് വ്ലോഗ്. ഇന്ന് നമ്മൾ IPL ഫൈനൽ കാണാൻ കപ്പിക്കാനിൽ വന്നിരിക്കുകയാണ് ഗൈസ്. ആസ് ഓൾവേസ് ഗെയിംസിൻ്റെ സ്ട്രീമിംഗ് നമ്മളിവിടെ നിന്നാണ് കാണുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം മൊത്തം ബിസിയായിരുന്നു. കാർത്തിക്കിൻ്റെ ബർത്ത്ഡേ ഇന്നത്തെ വ്ളോഗ് എഡിറ്റ് ചെയ്ത് അത്യാവശ്യം നല്ല വലിയ വ്ളോഗായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ വൈകുന്നേരം ഇറങ്ങിയതേ ഉള്ളൂ. ഇവിടെ ഇരുന്ന് മാച്ച് കാണാം എന്ന് വിചാരിച്ചിട്ട്. ഇപ്പോൾ സോനു ഇപ്പോൾ വരും. ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് എനിക്ക് കമ്പനി വരുന്നുണ്ട്. പെരുന്നാളൊക്കെ അടിച്ചു പൊളിച്ചിട്ട് വന്നിട്ടുണ്ട് കണ്ണൂരിന്ന്. എല്ലാവരുടെയും പെരുന്നാൾ അടിപൊളിയായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനും നല്ലപോലെ ബിരിയാണി കഴിച്ചത് നിങ്ങൾ വ്ളോഗിൽ കണ്ടാണ്. അപ്പോൾ എന്തെങ്കിലും ഒന്ന് ഓർഡർ ചെയ്യട്ടെ ഗൈസ് കുടിക്കാൻ. കോൾഡ് ബ്രൂ മൊത്തം തീർന്നെന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. തലവണി മാഷാ അല്ലാ. ഓ, കോൾഡ് ബ്രൂ ഒക്കെ വന്ന് ചൂടപ്പം പോലെ വിറ്റ് തീർത്ത് വീക്കെൻഡ്. പിന്നെ കപ്പിക്കാനായല്ലേ, ലീഗായി ഗൈസ്. അപ്പോൾ എന്തായാലും RCB ബൗളിംഗ് ആണ്. എൻ്റെ ഒരു പ്രഡിക്ഷൻ വെച്ചിട്ട് ഇന്ന് RCB ജയിക്കും. ഇവൻ പറയുന്ന ഗുജറാത്ത് ജയിക്കും. സോന് വരുമ്പോൾ അവനും കൂടെ എന്താണ് പറയുന്നത്? എൻ്റെ ഇതെന്ന് ഞാൻ മെയിൻലി CSK സപ്പോർട്ട് ചെയ്യുന്നത് തന്നെ ഇപ്രാവശ്യം സഞ്ജു സാംസൺ അതിലുള്ളതാണ്. CSK ഔട്ടായതോടുകൂടി നമ്മൾ വീണ്ടും കഴിഞ്ഞ വർഷത്തെ ഫേവറേറ്റ്സ് ആയ RCBയിലോട്ട് വന്നിരിക്കുകയാണ്. ആൻഡ് എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഇന്ന് RCB ജയിക്കും, ഉറപ്പാണ്. ഇന്ന് കോഹ്ലിക്ക് ചേസ് ചെയ്യാനുള്ള ഒരു വലിയ ചാൻസ് ആണ്. മോസ്റ്റ് പ്രോബബ്ലി they will do it. ചാമ്പ്യൻഷിപ്പ് റീറ്റെയിൻ ചെയ്യും ഗൈസ്. ലെറ്റ്സ് സീ. അപ്പോൾ എന്തായാലും വരാം ഗൈസ്, കളി തുടങ്ങാം. അങ്ങനെ ഗൈസ് കളി തുടങ്ങിയിരിക്കുകയാണ്. RCB ബൗളിംഗ് ഇന്ന് നോക്കിക്കോ. ഗുജറാത്തിൻ്റെ ബാറ്റിംഗ് തകർന്നടിയുന്നത് ഉടനെ കാണാൻ ഗൈസ്. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച്. ആദ്യത്തെ വിക്കറ്റ് വീഴുമ്പോൾ ഞാൻ ഉടനെ വരുന്നതായിരുന്നു. ചിലപ്പോൾ ഈ ഓവറിൽ തന്നെ വീഴാൻ ചാൻസ് ഉണ്ട്. ഫസ്റ്റ് തന്നെ ഔട്ടാകുമെന്ന് ഞാൻ പറഞ്ഞതില്ല. അതിനുമ്പേ റിവ്യൂ പോയേക്കാണ്. അത് ഔട്ടാവോ ഇല്ലയെന്നുള്ളത് നമുക്ക് കാണാം. പക്ഷേ അവന്മാരൊരു കോൺഫിഡൻസ് കണ്ടിട്ട് ഔട്ടാണെന്ന് തോന്നുന്നു. എൻ്റെ പ്രഡിക്ഷൻ വർക്ക് ചെയ്യുന്നുണ്ട് ഗൈസ്, നോക്കാം. ആദ്യം ഔട്ട് വീണില്ലെങ്കിലും ഒരു ഔട്ട് ആവണ പോലെ സെറ്റപ്പ് ആയി. ഞാൻ പറഞ്ഞ എന്തായി? ഫുട്ബോൾ പ്രഡിക്ഷൻ വേണമെങ്കിൽ പറയൂ ഗൈസ്. നോക്കട്ടെ, കയ്യിലോ ബാറ്റിലോ എന്തെങ്കിലും കൊണ്ടുവന്നാണ് അമ്പയർ നോക്കുന്നത്. പക്ഷെ ചെറിയ ചാൻസ് ഉണ്ട്. അവൻ അടിച്ചങ്ങോട്ട് കയ്യിലോട്ട് ഇട്ടാന്നുള്ളതാണ് സംശയം ഗൈസ്. അൾട്രാ അടിച്ച് ചതിച്ചു, ഔട്ടല്ല. അയാൾ ഔട്ട് കൊടുത്തതായിരുന്നു. കുഴപ്പമില്ല ഗൈസ്, ഇറ്റ്സ് ഓക്കെ. അവന് അധികം ആയുസില്ല, വീഴും. വൈഡ് ഷിറ്റ്. അങ്ങനെ ഗൈസ് ഒരു വിക്കറ്റ് പോയിരിക്കുകയാണ്. നമ്മുടെ ഗിൽ ഔട്ടായി ഗൈസ്. ഞാൻ അത് വിട്ടുപോയി. എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് വന്നതുകൊണ്ട് ഗിൽ ഔട്ടായത് മിസ്സായിപ്പോയി. പക്ഷേ എന്തായാലും കഴിഞ്ഞ വർഷത്തെ സെഞ്ചുറിയൻ പോയി ഔട്ടായി. അപ്പോൾ എന്തായാലും നമ്മൾ പറഞ്ഞതുപോലെ ഒരു ക്വിക്ക് വിക്കറ്റ് വീണിരിക്കുകയാണ്. ഉടനെ തന്നെ ഈ സുദർശനും പോകും ഗൈസ്. ഞാൻ പറയുന്നു സുദർശനും ഔട്ടാവാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. പവർ പ്ലെയർ അകത്ത് തന്നെ. അങ്ങനെ ഗൈസ് ഞാൻ പറഞ്ഞതുപോലെ സുദർശൻ ഔട്ടായിരിക്കുകയാണ്. പവർ പ്ലെയറിന് മുമ്പേ ഔട്ടാവുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവൻ ആ ഓവറിൽ തന്നെ ഔട്ടായി. എൻ്റെ ഒരു കാര്യം, പ്രഡിക്ഷൻ ഈസ് വർക്കിംഗ് ഗൈസ്. ഈ ഒരു മാച്ചിൻ്റെ പ്രഡിക്ഷൻ നല്ല രീതിയിൽ വർക്കാവുന്നുണ്ട്. ലെറ്റ്സ് സീ. ഞാൻ പറഞ്ഞേ ഒരു 150 വരെ എത്തിയ ഭാഗ്യമാണ്. നല്ല ബൗളിംഗ് ആണ് ഇപ്പോൾ RCBയിൽ. അത്യാവശ്യം അമ്മമാരെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് അറിയാം. നമുക്ക് അഗ്രഷൻ ഉണ്ട്, മനസ്സിലായില്ലേ? എന്തായാലും സുദർശൻ പോയ സ്ഥിതിക്ക് ഇനി കുറച്ച് പാടുപെടും ഗുജറാത്ത്. അതായത് ഈ റൺ റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനും ഒരു വലിയ ടോട്ടൽ എത്താനും. ലെറ്റ്സ് സീ. അടുത്ത ഉടനെ ഒരു ക്വിക്ക് വിക്കറ്റ് ഉണ്ടാവും. പവർ പ്ലെയർ തീരണതിന് മുമ്പ് ഒരു വിക്കറ്റ് കൂടെ പോകും. ലെറ്റ്സ് സീ. ബട്ട്ലർ കൂടി ഔട്ടായ അമ്മയുടെ കാര്യത്തിൻ്റെ ഒരു തീരുമാനമായിരുന്നു ഗൈസ്. ബിക്കോസ് ബട്ട്ലർ ഈസ് ആൻ IPL പ്ലെയർ, നല്ല പ്രോപ്പർ IPL പ്ലെയറാണ്. പണ്ട് അവനെയും കൂടെ ഔട്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു ചാൻസ് ഉണ്ട്. വെരി ലോ ടോട്ടലിൽ അവന്മാരെ ഒതുക്കാന്നുള്ളൊരു സംഭവമാണ്. അതുകൊണ്ട് ബട്ട്ലറിനെ ഔട്ടാക്കണം ഗൈസ്. പ്രത്യേകിച്ച് പവർ പ്ലേക്ക് മുമ്പേ ഔട്ടാക്കി ഇറ്റ് വിൽ ബി മച്ച് ഈസിയർ ഫോർ RCB. കണ്ടിട്ട് ചെറിയ ബോളിംഗ് പിച്ച് പോലെ ഉണ്ട് ഗൈസ്. അത്യാവശ്യം നല്ല ബൗൺസ് ഉണ്ട് പിച്ച്. അപ്പോൾ സിറാജിനെ സൂക്ഷിക്കണം. കോഹ്ലിയുടെ വിക്കറ്റ് പോയാൽ പണിയാണ്. ഇപ്പോൾ നോ ബോൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണുണ്ട്. ഷിറ്റ്, അത് പണി കിട്ടാനുള്ള ചാൻസ്. അല്ലല്ല, ക്യാച്ചാണ് ചെക്ക് ചെയ്യണത്. അയ്യോ, തടയത്തടായിരിക്കരുതേ. ഓ നോ, സീനാണ് ഗൈസ്. ചെറുതായിട്ട് ബോളൊന്ന് തറയെ തട്ടിയോ എന്നൊരു സംശയം. അത്യാവശ്യം നല്ല രീതിയിൽ ക്യാച്ച് പിടിച്ചതായിരുന്നു. ബോളിന്റെ അടിയിൽ കായി വരണം. എനിക്കത് നോട്ട് ഔട്ട് കൊടുക്കാനുള്ള എല്ലാ ചാൻസും വേണം. ഓ നോ മാൻ, അവന്മാരുടെ ഒരു ഭാഗ്യം. ഹലോ മിസ്റ്റർ പെരേര, എന്തുകൊണ്ട് കാറിന്ന് കളി കണ്ടോണ്ടിരിക്കാണ്? ഇല്ല, പോയില്ല. ബോൾ ക്യാച്ച് പിടിച്ചിട്ട് തെണ്ടികള് എന്താണ് കഷ്ടം. ചെറിയൊരു വിരലിൽ നിന്ന് അവൻ കട്ടയ്ക്ക് നല്ല ക്യാച്ചായിരുന്നു.
അതുണ്ട്, പക്ഷെ അത്യാവശ്യം നല്ല ഇല്ല, ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്തേട്ടാ. എന്തായാലും അമ്മ സ്കോറിംഗ് റേറ്റ് ഒക്കെ കുറവാണ്, 150 ഓൾ ഔട്ട് ആവും. കുട്ടുപോലെ അമ്മ ചേസ് ചെയ്ത് ജയിക്കുകയും ചെയ്യും. ഫുള്ള് ഇത് ഭയങ്കര. ഇന്ന് കോൾഡ് ബ്രൂ ഒക്കെ വിറ്റഴിച്ചെന്ന് മൊത്തം. കോൾഡ് ബ്രൂ ഒക്കെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. മിസ്റ്റർ അമൻ, യെസ് മാൻ, വരാനുള്ള വഴിയുണ്ട്. ഓക്കെ. അവിടെ ഉള്ളവരെ കളിയാണ്ടുകൊണ്ടാണ് ഞാൻ പിന്നെ കവള മറക്കറിയാം. ഇത് സോനു ഡോക്ടർസ്. ആര് ജയിക്കും? അതെ, അങ്ങനെ ഒരു RCB ഫാനിനെ കൂടെ കിട്ടിയിരിക്കുകയാണ്. അപ്പൊ എന്തായാലും അവൻ പറയണ മതി ഗുജറാത്ത് ജയിക്കുന്നതാണ്. അവൻ ഗുജറാത്തിയാണ്. നീയാണ് ഗുജറാത്ത് ജയിക്കുന്നത് കേട്ടാ. ഗുജറാത്ത് ജയിക്കില്ലടാ. അത് ബാംഗ്ലൂരും കൂടെ വരണമായിരുന്നു. ബാംഗ്ലൂരിൽ കളി അടുത്ത IPL എന്തായാലും പോയി കാണും. പ്രോപ്പറായിട്ട് അവന്മാരാ. 4ാമത്തെ വിക്കറ്റ് ബട്ട്ലറാണ് പോയിരിക്കുന്നത്. അതോടെ തീർന്നു. ഇനി നല്ലപോലെ കളിക്കണവന്മാരാരില്ല. വാഷിംഗ്ടണിൽ എന്റെ ഇത് പ്രവചനം 150 ആയിരുന്നു ഗൈസ്. അതേപോലെ എല്ലാവരും ഫോൺ വിളിച്ചു തുടങ്ങി. ആരെങ്കിലൊക്കെ ഒതുക്കി സെറ്റപ്പ് ആക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ബട്ട്ലർ പോയി ഗൈസ്. RCB എന്തായാലും ഇന്ന് RCB തന്നെ ജയിക്കും. കോഹ്ലിക്ക് ചേസ് ചെയ്യാനുള്ള ഒരു റൺസ് ഉണ്ടാക്കി വെച്ച അവന്മാർക്ക് ഭാഗ്യം, അത്രേ ഉള്ളൂ. ഗൈസ് ഞാൻ ഓർഡർ ചെയ്ത എന്റെ കുറെ നാൾക്ക് 6 ആണ് ഇത്. ഹർഷാദ് തന്നെ ആരാണ് പുതിയത്? എനിക്ക് പറഞ്ഞുകൂടാ ആരാണത്. അങ്ങനെ നമ്മൾ അഫഗാറ്റോ ആഫ്റ്റർ സോ ലോ. ഞാൻ കുറെ നാളായി അഫഗാറ്റോ ട്രൈ ചെയ്തിട്ട് കുടിച്ചിട്ട്. മുമ്പ് ഒരു സമയത്ത് ഇത് തന്നെയായിരുന്നു, കാലറി വലിച്ച് കേട്ടില്ലായിരുന്നു. ഒരു സ്കൂപ്പ് ഐസ്ക്രീം എസ്പ്രസ്സോ നല്ല ടേസ്റ്റാണ്. അത് മൊത്തം അടിച്ചിട്ട് ഏറ്റവും കുടിയും അത് കുറച്ചുകൂടെ മിക്സ് ചെയ്യണം. ഐസ്ക്രീം കുറച്ചുകൂടെ മിക്സ് ആണ്. ഇതിപ്പം അതായത് ഓട്ടോ ഫോക്കസ് ഇല്ല, തന്നെത്താനെ സബ്ജക്ട് ഫോക്കസ് ചെയ്യുന്ന സെറ്റപ്പ് ഐഫോൺ ഇനിയും സെറ്റ് ആക്കേണ്ടിയിരിക്കുന്നു. അടുത്ത ക്യാമറകളിൽ വരുമെന്ന് പ്രതീക്ഷിക്കാം. ഞാൻ കണ്ടത് അവിടെ സ്മാഷ് ബർഗർ നമ്മൾ ഓർഡർ ചെയ്തത്. ഒരു ചീസും എല്ലാം കൂടെ ഉള്ള ഡബിൾ പാറ്റി ബർഗർ സ്പ്ലിറ്റ് ചെയ്തു. ആ പാറ്റി ഈസ് വെരി ഗുഡ്. ഭയങ്കര ക്രിസ്പി ആൻഡ് നല്ല ക്രസ്റ്റ് ആയിട്ടുള്ള. പക്ഷെ ബണ്ണും വെച്ച് ക്വാളിറ്റി വൈസ് നമ്മൾ ബിയോണ്ട് ബർഗർ അല്ലെങ്കിൽ നമ്മുടെ ബർഗർ ജംഗ്ഷൻ വെച്ചപ്പോൾ ബൺ ക്വാളിറ്റി അവരുടെ കുറച്ചും പറ്റും. പക്ഷെ പാറ്റി ഈസ് ഗുഡ്. പാറ്റി നല്ലതാണ്. പാറ്റിക്കോ അടുത്ത പോയി ചെക്ക് ചെയ്യാൻ ഗൈസ്. പുതിയ കടകൾ കുറച്ച് വന്നിട്ടുണ്ട്. ഈ സീപോർട്ട് എയർപോർട്ട് റോഡിൽ ഒരുപാട് പുതിയ ജോയിൻസ് ഉണ്ട്. ഇപ്പൊ മറ്റേ അടച്ചിരിക്കുകയല്ലേ, ക്വീൻസ് വേ അടച്ചിരിക്കുന്നുണ്ട്. എല്ലാവരും ആ സൈഡിലോട്ടാണ്. തിരക്കായി, നല്ല ആൾക്കാർ വരുന്നുണ്ട്. ശരി, പനമ്പള്ളി തന്നെ. പനമ്പള്ളി വിട്ടൊരു കളിയില്ല. പട്ടിയെ അടിച്ചോണ്ട് നിന്ന് അർഷദും പോയി. ഇനി കോഹ്ലിക്ക് അടിക്കാനുള്ള റൺസ് ആരെങ്കിലും ഉണ്ടാക്കിയാൽ മതി എന്നുള്ള ഇതിലാണ് ഞാനിരിക്കുന്നത്. ലെറ്റ്സ് സീ ഗൈസ് എന്താവുന്നുള്ളത്. പാവം ഗുജറാത്ത് അമ്മാരെ കുറച്ച് ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു കേട്ടോ, എസ്പെഷ്യലി ഗില്ലിന്. നല്ലതാണ്. മാച്ച വിത്ത് കോക്കനട്ട്, മാച്ച ക്രീം വിത്ത് കോക്കനട്ട് വാട്ടർ കുടിച്ചിട്ടുണ്ടോ? അന്നൊരു ദിവസം ശ്വാസമായിട്ട് വന്നപ്പോൾ ഞാനും ശ്വാസം പറഞ്ഞു. നീ ശ്വാസമായിട്ടപ്പോ ഒറ്റയ്ക്ക് വന്നു? ഞാനില്ല. അങ്ങനെ അതല്ലേ ഞാൻ ഇല്ലാതെ യോമാര് ഒറ്റയ്ക്ക് ഡേറ്റിന് വന്നത് ഞങ്ങൾ ആലോചിച്ചാണ്. നിങ്ങൾക്കറിയാം, ഞാൻ കപ്പിക്കാനെ വന്നു കഴിഞ്ഞാൽ ഈ സാധനം ഉറപ്പായിട്ട് ഓർഡർ. ഇതിപ്പോ എന്റെ സ്ഥിരം പെർമനന്റ് ഓർഡറാണ്. ബ്രോക്കലി ആൻഡ് കോൺ ടാപ്പ്. നീ കഴിച്ചിട്ടുണ്ടല്ലോ, നൈസ് സാധനമാണ് കേട്ടോ. അതൊക്കെ പഠിപ്പിച്ചതാണോ? വിവോ ഇല്ലേ? അപ്പൊ ഒന്നാം തരം ഇങ്ങനെ മോളിൽ നിന്ന് എടുക്കുക. മോളിൽ നിന്ന് എടുത്തില്ല, കുറച്ചൊരു അത് നീക്കി വെച്ചിട്ട്. അല്ല അങ്ങനെയല്ല, കുറച്ചുകൂടെ സൂം ചെയ്യും. നീ സൂം ചെയ്യും. നീ ഏതിൽ വെച്ചെടുക്കണം? ഫുട്ബോളാണെങ്കിൽ കുറച്ച് ക്ലോസപ്പിൽ വേണം പോവാൻ. സൈഡിൽ നിന്ന് അവിടെ സോനുവിന്റെ ഫോട്ടോഗ്രാഫി നോക്കട്ടെ. ഓ മൈ ഗോഡ്, സോനു വിവോ കിട്ടിയതോടുകൂടി വലിയൊരു ഫോട്ടോഗ്രാഫർ ആയതാണ് അവൻ്റെ വിചാരം. അപ്പോൾ എന്തായാലും
ഇതെന്തായാലും നിങ്ങൾ മസ്റ്റ് ട്രൈ ആണ്. ബേസിക്കലി ഞാൻ പറഞ്ഞ പോലെ ഒരു 160 അകത്തന്മാർ ഓട്ടം ഓൾ ഔട്ടാവും. 150 എത്തുമെന്ന് തന്നെ അറിഞ്ഞുകൂടാ. 19 ഓവറിൽ 140. കോഹ്ലിക്ക് അടിക്കാനുള്ള സ്കോർ ആയിട്ടുള്ളൂ. പിന്നെ നമുക്ക് പറയാനില്ല, നല്ല ബൗളിംഗ് പിച്ചാണെന്ന് തോന്നുന്നു. അത്യാവശ്യം ബൗൺസ് ഒക്കെ ഉണ്ട്. RCB എങ്ങനെ ശാന്തവും സമാധാനമായിട്ട് ഇത് ചേസ് ചെയ്താൽ ജയിക്കാം ഈസി ആയിട്ട്. പ്രഷർ കയറി കഴിഞ്ഞാൽ പണിയാണ്. ബാറ്റിംഗ് തുടങ്ങട്ടെ. പവർ പ്ലേ RCB എങ്ങനെ കളിക്കണം നോക്കിയിട്ട് ഞാൻ പറയാം. അത് ജയിക്കും. എന്റെ ഒരു ഇതിൽ RCB ജയിക്കണം. ബിക്കോസ് നല്ല രീതിയിൽ അവർക്ക് നല്ല ബാറ്റിംഗ് ഡെപ്ത് ഉണ്ട്. അവസാനത്തെ ഓവറിൽ ഒരു കൂടി പോയ ഒരു 10 റൺസ് അത്രേ ഉള്ളൂ. 155 റാഷിദ് ഖാൻ ഉണ്ട് കേട്ടോ. അത് നല്ല ബൗളിങ്. അത് കുറച്ച് ഡേഞ്ചറാണ് കേസ്. ചിലപ്പോൾ ഫോമിലായി കഴിഞ്ഞാൽ RCB മൊത്തം അവൻ തന്നെ ഔട്ടാകും. സോ നമ്മൾ അത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് വിശ്വസിക്കാം. അതോ അടിച്ചു പോക്കി 6 അപ്പൊ 160. അത് തന്നെ പ്ലാൻ. നമ്മൾ ഓർഡർ ചെയ്തിട്ടില്ല. ഇത് ഓർഡർ ചെയ്തിട്ടില്ല അല്ലേ? കഫിക്കാനുള്ള ഫിഷ് ആൻഡ് ചിപ്സ് ഞാൻ ഓർഡർ ചെയ്യാത്തൊരു സാധനമായിട്ട്. നല്ല ബാറ്റർ ഫ്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആദ്യമായിട്ടാണ് നമ്മൾ. സാധാരണ എപ്പോഴും ഗോൾഡൻ ബ്രൗൺ ആയിട്ട് ഡാർക്ക് ബ്രൗൺ ആയിരിക്കും, കട്ടിയായിരിക്കും. കഫിക്കാനയിലെ ഫിഷ് ആൻഡ് ചിപ്സ് കണ്ടിട്ട് നല്ല ബാറ്റർ പാസയാണ്. ടാറ്റാർ സോസും കെച്ചപ്പും നാരങ്ങയും പെർഫെക്റ്റ് വിത്ത് ഫ്രൈസ്. കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം. ട്രൈ ചെയ്ത് നോക്കാം അല്ലേ? എനിക്ക് മുളക് പറ്റിയത് നല്ല ചൂടായിരിക്കും കേട്ടാ. സോഫ്റ്റ് കേട്ടാ. നല്ല ചൂടുണ്ട്. ഞാനൊന്ന് സമാധാനത്തിൽ കഴിക്കും. ഇത് ടാട്ടറിൽ മുക്കി വേണം കഴിക്കാൻ. നല്ല ടേസ്റ്റാണ്. ഓ അതിൻ്റെ ഔട്ട് ഓഫ് ദ ഗ്രീൻ സീനാണല്ലോ. ഓ നല്ല ഫ്ലേക്കി ആയിട്ടുള്ള ഫിഷ്. ഓ വാവ്. പാസ്സായിട്ട് നല്ല സോഫ്റ്റ് ഫിഷ് ആയിരിക്കും. മീന് നമ്മൾ ആദ്യം ജസ്റ്റ് നല്ല പെർഫെക്റ്റ് ബാറ്റർ. അടിപൊളി സൂപ്പർ ടേസ്റ്റ്. നല്ല ചൂടുണ്ട്. ഇനി അതിൻ്റെ അകത്തോട്ട് അതൊക്കെയാണ്. ഒതുക്കത്ത ഫ്ലേക്കി സോഫ്റ്റ് ആൻഡ് ഫ്ലേക്കി ഫിഷ് ഗൈസ്. ഇനി അതിൽ കുറച്ച് നാരങ്ങ വെച്ച് കഴിക്കുക. ഫിഷ് എപ്പോഴും അങ്ങനെയാണ് കഴിക്കുക. ഗുഡ്. നമ്മൾ ഇത്രയും നാളത് കഴിച്ചില്ലല്ലോ എന്നല്ലേ. ബിക്കോസ് ഒബ്വിയസ്ലി ഇത് ഡീപ് ഫ്രൈഡ് ആയിട്ടാണ് ഓർഡർ ചെയ്യാത്തത്. ബിക്കോസ് കൈ ഉണ്ടായിരുന്നു. അപ്പോൾ മസ്റ്റ് ട്രൈ ആണ് ഗൈസ്. കാലറി കോൺഷ്യസ് അല്ലാത്തവരും കമ്പൽസറി ആയിട്ട് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ട്. അടിപൊളി ടേസ്റ്റ്. മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഗൈസ്. ട്രൈ ചെയ്തിട്ട് പറയൂ. ഞാൻ കഴിച്ച ഇടക്കാലത്ത് കഴിച്ചതിൽ വെച്ച് ഓൾമോസ്റ്റ് ബെസ്റ്റ് ഫിഷ് ആൻഡ് ചിപ്സ്. കാരണം നല്ല രീതിയിൽ പഫ്ഡ് അപ്പ് ആയിട്ട് വന്നിട്ടുണ്ട് ആ ബാറ്റർ. ചിലതൊക്കെ ഭയങ്കര ഫ്ലാറ്റ് ആണ്. മറ്റേ പഴംപൊരി പോലെ. ഇത് അവര് നല്ല രീതിയിൽ കറക്റ്റ് ആ പഫിനെസ് വന്നിട്ടുണ്ട്. അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ബാറ്റിംഗ് തുടങ്ങാൻ പോവുകയാണ്. RCB aiming to become third team to win consecutive title. 156 റൺസ് ഗൈസ്. സില്ലിയാണ്. കോഹ്ലി ഫോമിലാണെങ്കിൽ 156 റൺസ് ഒരു വിഷയമല്ല. ഐ ഹോപ്പ് they retain the championship. Let's see guys. എവരും 5 തവണ IPL എടുക്കണമെന്നാണ് എൻ്റെ ഒരു പാവം കോഹ്ലി. ഇപ്രാവശ്യം അല്ല നല്ലപോലെ കളിച്ചവര്. ഭാഗ്യമൊന്നുമല്ല, അത്യാവശ്യം നല്ല രീതിയിൽ കളിച്ചാണ് വന്നേക്കണം. അതുകൊണ്ട് ചെന്നൈ കുറെ പൊട്ടി. ബേസിക്കലി ഗൈസ് RCB വേഴ്സസ് RR ആയിരുന്നെങ്കിൽ ഇതൊരു കുറച്ചുകൂടെ ടഫ് മാച്ചായിരുന്നു. ബിക്കോസ് അവർക്ക് പറ്റിയ ഒപ്പോണന്റ് RR ആയിരുന്നു. ഈ ഗുജറാത്ത് എന്തിനാണെന്ന് കയറി വന്നത്. എന്തായാലും ഗൈസ് RCB എന്തായാലും ജയിക്കും. എത്രത്തോളം കഷ്ടപ്പെട്ട് ജയിക്കും എന്നുള്ളത് നമുക്ക് കണ്ടത് നോക്കാം. ബൗളിംഗ് പിച്ചാണ് ഗൈസ്, കണ്ടാ അറിയാം. അതിന് യവന്മാർ ബാറ്റിംഗ് നല്ല ബ്രൂട്ടൽ ബാറ്റിംഗ് ലൈനപ്പാണ് RCBയുടെ. സോ ലെറ്റ്സ് സീ. നല്ല കീഴിലും ബാറ്റിംഗ് ലൈനപ്പ് കേട്ടോ. പക്ഷെ പാവം നമ്മളെ വെങ്കടേഷ് പയ്യൻ്റെ മറ്റേ ഹാംസ്ട്രിങ് എന്തോ ഒളുകി. അവൻ മറ്റേ കണ്ണും മൂടി അടിക്കുകയാണ് കേട്ടോ. ഇനി അതേ രക്ഷയുള്ളൂ. ബിക്കോസ് എന്തായാലും ഇഞ്ചറി ആയിട്ട് എപ്പോഴും ഔട്ടാവാം. അവൻ മാക്സിമം അടിക്കുന്നുണ്ട്. കോഹ്ലി എടുത്തിട്ട് അലക്കയാണ് കേട്ടോ. റബാഡയ 6. ഓ അടിയോടടി വണ്ടി അടി. ഓ മൈ ഗോഡ്. എനിക്ക് അറിയായിരുന്നു ഒരു 50 എന്തായാലും ഈ പ്രാവശ്യം ഈ ഗെയിമിൽ നമ്മൾ എടുക്കുമെന്നുള്ളത് ഉറപ്പായിരുന്നു. നോക്കാം ഗൈസ്, ലെറ്റ്സ് സീ. നമ്മൾ അടിക്കണ വെച്ചിട്ട് ഒരു 50 ഈസി ആയിട്ട് എടുക്കാം. അമ്മാരെത്തി. RCB 50. ഓ നമ്മൾ ഫുൾ ഫോമിൽ തന്നെയാണ്. അത് അടുത്ത ഫോൾ. ഓ അമ്മാടെ വെളുത്തും. അപ്പൊ ഗൈസ് നല്ല കളി സെറ്റ്. പെട്ടെന്ന് കളി ജയിക്കണമെന്നുള്ള ഒരു വാശിയിലാണ് ഗൈസ്. കുറച്ച് സീനാണ് ഗൈസ്. വിക്കറ്റ് വീഴുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് ബോളിംഗ് പിച്ചാണ് ഗൈസ്.
അതെ, നല്ല ബൗൺസ് ഉണ്ട്. ആ ബൗൺസിൽ യവന്മാർക്ക് അത്യാവശ്യം നല്ല വിക്കറ്റ് യവന്മാർക്കും കിട്ടുന്നുണ്ട്. സോ കോഹ്ലി എങ്ങനെ ഇതിൽ കളിക്കും എന്നുള്ളതനുസരിച്ചിരിക്കും ഈ കളിയുടെ ഔട്ട്കം. എൻ്റെ ഒരു ഇതിൽ ജയിക്കുമെന്നാണ്. ഈ റബാഡേനെയൊക്കെ സ്പെല്ലൊന്ന് കഴിഞ്ഞിട്ടിരുന്നെങ്കിൽ സമാധാനമാണ്. ഇപ്പം റാഷിദ് ഖാൻ വരും, അത് അതിൻ്റെ അപ്പുറം കാണില്ല. ഫുൾ ബൗൺസ്. ഓ 6 രക്ഷപ്പെട്ടു. 6 കോഹ്ലി ഞാൻ പറഞ്ഞേ അവന്മാര് സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത് കോഹ്ലിക്ക് കൊടുത്താൽ മതി, അവൻ ജയിച്ചോ. കോഹ്ലിയുടെ വിക്കറ്റാണ് ഗൈസ് ഇതിലെ ടേണിംഗ് പോയിന്റ്. വീഴാതിരുന്ന് കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു കേട്ടാ. ഇവിടെ ഇരുന്ന് മോബൈൽ ലെജൻഡ് കളിച്ചോണ്ടിരിക്കുന്നതൊക്കെയാണ്. ഇപ്പൊ നാണുണ്ടോ IPL നടക്കുമ്പോ മൊബൈൽ ലെജൻഡ് കളിക്കാൻ? ജയിച്ചില്ല, മാറ്റാ വിക്കറ്റ് വയ്ക്കൊണ്ടിരിക്കുന്നത് ഗൈസ്. ടെൻഷൻ നോക്കട്ടെ. 100 കഴിഞ്ഞിട്ട് വരാൻ ഗൈസ്. ഞാൻ പ്രഡിക്റ്റ് ചെയ്ത പോലെ കോഹ്ലി 50 അടിച്ചിരിക്കുകയാണ്. സാഹല് പറഞ്ഞ് 30 എടുക്കുള്ളൂ. ഞാൻ 50 അടിക്കുമെന്ന് പറഞ്ഞു. ലാസ്റ്റ് ഗെയിം കോഹ്ലി ജയിപ്പിക്കുന്നു, ചാമ്പ്യൻഷിപ്പ് റീറ്റെയിൻ ചെയ്യുന്നു. പുള്ളിക്ക് ഞാൻ പറഞ്ഞില്ല, ആ ലൈം ലൈറ്റ് ഭയങ്കര ഇഷ്ടമാണ്. സോ എന്തായാലും പുള്ളി ലാസ്റ്റ് വരെ കാണും. അവന്റെ ആ കോൺഫിഡൻസ് ഉണ്ടല്ലോ, സീനാണ്. ഗില്ലിന് മനസ്സിലായ എന്താണ് സംഭവം. ഞാൻ പറഞ്ഞില്ലേ അല്ലടാ, അത് നേരത്തെ മറ്റവനും RCB ഒരു ക്യാച്ച് ഇതുപോലെ. ഒബ്വിയസ്ലി കോഹ്ലിക്ക് അവസാനം വരെ വീട്ടിൽ മറ്റേ ബാറ്റ് പോക്കാനുള്ള ഓൾമോസ്റ്റ് കളി ജയിച്ചു. ഇത് കറക്റ്റായിട്ട് പറഞ്ഞില്ലെങ്കിൽ ഗുജറാത്ത് ജയിക്കുമെന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ചിലരെയൊക്കെ ഞാൻ കാണിച്ചു തരാം. വെറുതെ കാണിക്കാൻ വേണ്ടിയായിരുന്നു. അവൻ പറയുന്നത് ക്യാച്ച് എന്ന്, കോഹ്ലി പറയുന്നത് 6 എന്ന്. ആര് പറഞ്ഞ വിശ്വസിക്കും? എടാ അവൻ തന്നെ 6 എന്ന് കാണിച്ചതാ. കോഹ്ലി 6 അടിച്ചു കഴിഞ്ഞാൽ RCB ജയിച്ചു കഴിഞ്ഞാൽ നാളെ എല്ലാവർക്കും ഫ്രീ കോഫി. 6 അടിച്ചോ ഔട്ടായോ എന്നുള്ളത്. അയ്യോ ഇല്ല, 6 അടിച്ചു, 4 അടിച്ചു. 6 അടിക്കണമെന്ന് വിളിച്ചാൽ 4 പോയത്. അപ്പൊ അതിന്റെ ഡ്രോ ആണ്. അപ്പൊ ഇനി 6 അടിച്ച് തന്നെ ജയിക്കാൻ നോക്കുവാണ്, ഉറപ്പാണ്. 4 പോയി, 6 അല്ല. അടി. ഓക്കെ, വിന്നിംഗ് റൺ ഗൈസ്. അങ്ങനെ 6 അടിച്ച് തന്നെ ജയിച്ച്. അതല്ലേ കോഹ്ലി 6 പൊക്കി കാണിച്ചതാ. അങ്ങനെ വീണ്ടും RCB കപ്പില്ലാതെ നടന്നിപ്പോ കപ്പോടെ കപ്പ് വേണ്ട. അവൻ അടിച്ച് പഴിയത്. കപ്പ് വിൽക്കാൻ വേണ്ടി ഇറങ്ങിയത്. ആർക്കൊക്കെ RCB വൺസ് അഗൈൻ സീൻ ജയിച്ചടാ. തെറ്റ്. RCB ഫാൻസ് അസംബിൾ. അല്ലല്ല, പക്ഷെ ഞാനും CSK ആയിരുന്നടാ. അല്ല, ഞാൻ സഞ്ജു സാംസൺ ആയിരുന്നു. CSK ജയിക്കുമെന്ന് വിചാരിച്ചു. അവൻ കേറാ. അവന്റെ ടീം പ്ലേ ഓഫിൽ പോലും എത്തിയില്ലല്ലോ. നമ്മളും എത്തിയില്ല. പക്ഷെ എടാ, ഞാൻ RCB ഫാനാ ലാസ്റ്റ് ഇയർ. ഈ പ്രാവശ്യം സഞ്ജു സാംസൺ കാരണം CSK കയറിയതാ. പക്ഷെ CSK വേറെ ആരും കളിക്കുന്നില്ല എന്നൊരു നമ്മളെ കുറ്റമല്ലല്ലോ. പക്ഷെ കോഹ്ലി ഫാൻ ആയതുകൊണ്ട് നമ്മൾ RCB സപ്പോർട്ട് ചെയ്യും. RCB ഫാൻ നന്ദു. RCB തോറ്റോണ്ടിരുന്നപ്പോഴും നീ ഫാൻ ആയിരുന്നോ? അപ്പൊ ട്രൂ ഫാൻ ആണ് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പം RCB അങ്ങനെ ഗൈസ് RCB ജയിച്ചിരിക്കുകയാണ്. യെറ്റ് അനദർ ചാമ്പ്യൻഷിപ്പ് ട്രോഫി കിട്ടിയിരിക്കുകയാണ്. അതും കൺസിസ്റ്റന്റ്ലി അടുപ്പിച്ച് കൺസിക്യൂട്ടീവ് ആയിട്ട് ജയിച്ചിരിക്കുകയാണ്. ദാറ്റ്സ് എ ഹ്യൂജ് ഫീറ്റ് കൺസിഡറിങ് അവരുടെ പ്രീവിയസ് റെക്കോർഡ്സ്. അവരപ്പം നല്ല രീതിയിൽ ഇംപ്രൂവ് ആയിട്ടുണ്ട്. ആൻഡ് അവരുടെ ആ ഒരു ടീം മൊറാലും കോൺഫിഡൻസും നല്ല രീതിയിൽ ബൂസ്റ്റ് ആയിട്ടുണ്ട് ഗൈസ് കഴിഞ്ഞ ഒരു കപ്പ് കിട്ടിയതോടെ. ആൻഡ് ബിക്കോസ് ഞാൻ പറഞ്ഞില്ലേ, ടാലന്റിന് ഒരു കുറവുമില്ല. സോ എനിക്ക് തോന്നുന്നു ഈ ഒരു സ്ട്രീക്ക് അവർ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ബാക്കി ടീംസ് വിൽ ഹാവ് ടു, എന്തോ പറയാലോ,
ഭയങ്കരമായിട്ട് കഷ്ടപ്പെടേണ്ടി വരും ചാമ്പ്യൻഷിപ്പ് എടുക്കാനായിട്ട് ഇവരെ കയ്യിൽ നിന്ന്. സോ എനിവേസ് ഹാപ്പി ഫോർ ദ ടീം ആൻഡ് RCB റോക്സ് ഗൈസ്. ഈ പ്രാവശ്യത്തെ നല്ല പെർഫോമൻസ് ആയിരുന്നു ആൻഡ് കോഹ്ലി ഓൾസോ ഡിഡ് റിയലി ഗുഡ്. പുള്ളിയുടെ പീക്ക് ലെവൽ പെർഫോമൻസ് അല്ലെങ്കിലും നല്ല രീതിയിൽ ഈ പ്രാവശ്യം നല്ലൊരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നല്ലോ. അപ്പം എന്താ പറയുമല്ലോ നമ്മുടെ വൈഭവും കോഹ്ലിയായിട്ട്. അപ്പോൾ എന്തായാലും ഗൈസ് ഞാനിപ്പോൾ നേരെ വീട്ടിൽ പോവുകയാണ്. നാളെ രാവിലെ ഇതിടാൻ നോക്കാം ഈ ഒരു വ്ളോഗ്. ഇന്ന് രാത്രി ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ മാച്ച്. എന്നിട്ട് വൈകുന്നേരം നാളെ കാർത്തിയുടെ ബർത്ത്ഡേ വ്ളോഗ് ആയിരിക്കും ഗൈസ്. അത് വൈകുന്നേരം ഞാൻ അപ്ലോഡ് ചെയ്യായിരിക്കും. ആൻഡ് വിഷിംഗ് കാർത്തിക് എ വെരി ഹാപ്പി ബർത്ത്ഡേ വൺസ് അഗെയിൻ ആൻഡ് ലവ് യു ബ്രോ ആൻഡ് കീപ് റോക്കിംഗ്. അപ്പോൾ എന്തായാലും ഗൈസ് വൈകുന്നേരം കാർത്തിക്കിന്റെ ബർത്ത്ഡേ വ്ളോഗിന് വേണ്ടി സ്റ്റേ ട്യൂൺഡ്. ഞാൻ വീട്ടിൽ പോവാണ് ഗൈസ്. ടേക്ക് കെയർ. ലവ് യു ഓൾ. ബൈ.